ഹലോ ഫ്രണ്ട്സ്, ആര്യാണ് കേട്ടോ. അപ്പം ഇന്നൊരു കുഞ്ഞ് യാത്രയാണ് കേട്ടോ. അപ്പം നമ്മൾ വർക്കിൻ്റെ ആവശ്യത്തിന് പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. അവിടെ റൂം എടുത്ത് താമസിച്ച് മാസങ്ങളോളം നിൽക്കാറുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. കാരണം നമ്മൾ പണി രാവിലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 9 മണി വരെ എന്തായാലും പണിയെടുക്കും. അപ്പോൾ അതിൻ്റെ ടെൻഷൻ, വർക്കിൻ്റെ ടെൻഷൻ, ഒരുപാട് ടെൻഷൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അമ്പലങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൂറ്റനാടാണ് കേട്ടോ. അപ്പോൾ കൂറ്റനാട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ഈ ചാലിശ്ശേരി അമ്പലം കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുത്തെ പൂരത്തിന് അങ്ങനെ ഇതിനൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി പ്ലേസാണ്. അതായത് പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, മലപ്പുറം ജില്ല ഒക്കെ അതിർത്തികൾ പങ്കിടുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ചെനക്കത്തൂർ അമ്പലത്തിലൊക്കെ വന്ന പോലെ ഒരു വലിയ ഗ്രൗണ്ടും, അല്ലെങ്കിൽ നമ്മുടെ അവിടെ തന്നെ വടക്കന്തറ അത്ര വലുതല്ല, എന്നാലും ഒരു നല്ലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് അല്ലെങ്കിൽ പൂരം വേലകളൊക്കെ നടത്താനുള്ള ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ആർഷഭാരതത്തിൽ നമ്മൾ സന്യാസി വര്യനെ ശ്രീ ശങ്കരാചാര്യരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവിടെയും തന്ത്രിമാരാണ് പ്രതിഷ്ഠ നടത്തുന്നത്. ഇവിടെ ശ്രീ ശങ്കരാചാര്യർ അവരാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതാണ് ഈ ഒരു ശരിക്കൊരു ദേവിയുടെ രൂപം. അതായത് കാൽഭാഗം കാലടിയിലും ഈ മാറിടം ഇവിടെ, മാറിടം ഈ ഭാഗത്താണ്, ചാലിശ്ശേരിയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ മുലയംപറമ്പത്ത് എന്നാണ് ഇതിൻ്റെ ശരിക്കും പേര്. പിന്നെ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കണയങ്കാവ് മുക്കോള ക്ഷേത്രത്തിലാണ് തലഭാഗം കേട്ടോ. അപ്പോൾ ഈ മാറിടം വന്നിട്ട് ഈ മുലയംപറമ്പത്ത് ഈ ചാലിശ്ശേരി ക്ഷേത്രത്തിലും കാൽഭാഗം കാലടിയിലും ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഭയങ്കര പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രത്യേകതകൾ പറഞ്ഞാൽ ദുർഗാരൂപത്തിലും ഭദ്രകാളി രൂപത്തിലും ഉണ്ട്. പടിഞ്ഞാട്ടും കിഴക്കോട്ടും നോക്കിയിട്ട് ദർശനമായിട്ട് രണ്ട് രൗദ്രഭാവത്തിലും ശാന്ത രൂപത്തിലും ഉണ്ട്. അപ്പോൾ രണ്ടും പ്രത്യേകതയുണ്ട് കേട്ടോ. പിന്നെ 365 ദിവസം ചുറ്റുവിളക്ക്, കൊട്ടുള്ള ചുറ്റുവിളക്കുള്ള ഒരു അമ്പലമുണ്ട്. നിറമാലയും ഡെയിലി ഉണ്ട്. അതേപോലെ തന്നെ 365 ദിവസവും കൊട്ടുള്ള ചുറ്റുവിളക്കുള്ള അമ്പലമാണ് കേട്ടോ. അത് ഏകദേശം ഞാനിപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ പറയുന്നത് 7-8 വർഷം, ഒരു 8 വർഷത്തേക്കൊക്കെ അത് ഓൾറെഡി ബുക്കിംഗ് ആണ്. ഡെയിലി ഒന്നല്ലേ. അപ്പോൾ ഒരു 7-8 വർഷത്തേക്ക് ബുക്കിംഗ് ആണ് പറഞ്ഞു. അപ്പോൾ നല്ല ഒരു പ്ലസൻറ്റ് മൈൻഡ് ആയിരുന്നു. നമ്മൾ സാധാരണ സൺഡേ വർക്ക് ചെയ്യാറില്ല. എനിക്ക് മൺഡേ ഞങ്ങൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇടയിലൊരു ലീവ്, എന്തെങ്കിലും കല്യാണം അല്ലെങ്കിൽ ഇപ്പോൾ പെങ്ങളുടെ കൂട്ടറെ 28 വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകണം. അപ്പോൾ ശരി, നമുക്ക് ഇടയിൽ ഒരു ദിവസം ആ ദിവസം ലീവ് എടുത്തിട്ട് നമുക്ക് ഇന്ന് പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഇന്ന് റൂമിൽ ഭക്ഷണം വെച്ചില്ല. കാരണം നമുക്കിട്ട് പുറത്തുനിന്ന് ടിഫൻ കഴിക്കടാ, ഉച്ചയ്ക്ക് മാത്രം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാം ടിഫനിലേക്ക് ആക്കി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് രാവിലെ ടിഫൻ കഴിക്കാം, ഇടയിലൊരു ചേഞ്ച് വേണ്ടേ, അങ്ങനെ വന്നിട്ട് ഒരേ നമുക്ക് ആകെ ഒരു ടെൻഷൻ കേട്ടോ. വർക്ക് എടുത്താലും ടെൻഷനാണ്, വർക്ക് കഴിയണ സമയത്തിന് സാധനങ്ങൾ കിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ യാത്രകൾ എന്ന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിട്ട് ഇന്ന ദിവസം ഇന്നത് പോകുക, എത്ര ബഡ്ജറ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ, എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ ആ സ്ഥലങ്ങൾ നമ്മൾ മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരും ഇപ്പോൾ നമ്മൾ കുറേ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഐഡിയകൾ വന്നു. ഇപ്പോൾ നമ്മൾ ഓരോ സൈറ്റിൽ ഇത്ര ആൾക്കുള്ള വർക്ക് ഉണ്ടെങ്കിൽ, ഒരു 6 ആൾക്കുള്ള വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ 4 ആൾ നിൽക്കും. അപ്പോൾ രാത്രിയും പകലൊക്കെ പണിയെടുത്ത് അങ്ങനെ അത് തീർക്കും. അല്ലാതെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ കറണ്ട് പോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ടെൻഷൻ, ആൾ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. കാരണം ഉച്ചവരെയൊക്കെ വെറുതെ ഇരിക്കാൻ 2 മണിക്കൂർ കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അമ്പലത്തിൽ വന്നു. ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ അവിടെ തന്നെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ഇവിടെ 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാമെന്നാണ്. പിണ്ടാലിക്കുന്ന് എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിടാം. അത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ തന്ന വീഡിയോ ആണ് കേട്ടോ. അതിന് മുകളിൽ ഡ്രോൺ വെച്ചെടുത്താണ്. ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു മുരുകൻ ക്ഷേത്രം കേട്ടോ. നമുക്ക് പിന്നെ പാലക്കാട്ടുകാർക്ക് പിന്നെ നമുക്ക് കൊടുമ്പ് കാര്യങ്ങളൊക്കെ, സുബ്രഹ്മണ്യ ക്ഷേത്രം, പഴനി കഴിഞ്ഞാൽ ചിന്നപ്പളനി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കും ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വന്നപ്പോൾ ഒരു ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു അമ്പലം, ഒരു കുന്നിൻ്റെ പുറത്ത്. ദേവസ്വം ബോർഡൊന്നുമല്ല, ഇവിടുത്തെ നാട്ടുകാർ, ക്ഷേത്ര കമ്മിറ്റിയാണ്. ഈ പടികൾ കയറണം കേട്ടോ. 10-200 പടികൾ മുകളിൽ കയറിയിട്ട് വേണം. അമ്പലം ഏറ്റവും ടോപ്പിലെ കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് രാവിലെ വന്ന് നല്ല മഴയുണ്ട് കേട്ടോ. അത്യാവശ്യം മഴ ഇങ്ങനെ ചന്നം പിന്നെ നിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ പാറയല്ല, ഈ സ്റ്റെപ്പ് വന്നിട്ട് സിമെൻ്റാണ്. അപ്പോൾ ചെറുതായിട്ടൊരു വഴുതലുണ്ട്. അപ്പോൾ ഞാൻ പിടിച്ച് കയറിയാൽ മാത്രം പതുക്കെ പോയാൽ മതി. കാരണം എല്ലാവരും ഇപ്പോൾ ക്രോക്സ് ആണല്ലോ ഉപയോഗിക്കുന്നത്. ആ സാധനം ഒരു ഗ്രിപ്പും ഉണ്ടായില്ല. പക്ഷേ ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പണ്ട് റബ്ബറായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഫുള്ള് നോക്കത്താ ദൂരത്തോളം കൈതച്ചക്ക കേട്ടോ. ആ പൈനാപ്പിൾ കൃഷിയാണ്. അപ്പോൾ പൈനാപ്പിളൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതിന് ഇത് തട്ടാട്ടിക്ക് അവർ കവറും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ട ഇഷ്ടംപോലെ പൈനാപ്പിൾ ഉണ്ട്. ആ മോളിൽ നിന്നുള്ളൊക്കെ കാഴ്ചയൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. രാവിലെ മനുഷ്യന് സന്തോഷിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് കേട്ടോ. നമ്മൾ ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെറുതെ ഒരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ടെൻഷനും അല്ലെങ്കിൽ പലതരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു പ്രശ്നമില്ല, നമ്മൾ സുഖമായിട്ട് നമ്മൾ നന്നായി അധ്വാനിക്കുക. ഫാമിലിയുടെ ഒപ്പം തന്നെയാണ് ഞാൻ കൂടുതൽ യാത്ര ചെയ്യുന്നത്. എന്നാലും ഇങ്ങനെ കിട്ടുന്ന ചാൻസ് ഒന്നും മിസ്സാക്കാറില്ല. കാരണം സ്ഥലങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. ഫാമിലിയായിട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ. അടിപൊളി കേട്ടോ, മുകളിൽ അടിപൊളി ആംബിയൻസ്. ഇവർ ക്ഷേത്ര കമ്മിറ്റി ഒരു ട്രസ്റ്റൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് ഇതിൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഞായറാഴ്ച ഇവിടെ മുരുകന് പിന്നെ തലമുണ്ട, അതായത് മൊട്ടയടിക്കലാണല്ലോ പ്രധാനം. അപ്പോൾ വഴിപാടുണ്ട് ഞായറാഴ്ച മാത്രം കേട്ടോ. പിന്നെ ഞായറാഴ്ച വരുന്നവർക്ക് ടിഫിൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുമാവും പപ്പടവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ അടിപൊളി അമ്പലം സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു എന്താ പറയുക, നമുക്ക് തലമുണ്ടനം ചെയ്യാനുള്ള ഒരു ഷെഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഊട്ടുപുരയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ച അടിപൊളിയാണ്. കുട്ടികൾക്ക് ചെറിയൊരു പാർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ രണ്ട് ഭാഗത്തുകൂടി സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അപ്പുറയാണ് വന്നത്. ആ മെയിൻ ഒരു കവാടമൊക്കെ ഉണ്ടാക്കി അതിലേ വന്നു. ഇതിൽ ഒരു ആ ഭാഗത്ത് പൈനാപ്പിൾ കൃഷിയും ഈ ഭാഗത്ത് നമ്മൾ നെൽകൃഷിയും കാര്യങ്ങളും വയൽ, പിന്നെ നല്ല മല. ആ കാഴ്ച ഒരു രസമാണ് കേട്ടോ. അത് മൊബൈലിൽ എത്ര നിങ്ങൾക്ക് ഇതാവുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ എല്ലാ നമ്മുടെ എന്താ മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ പണിയെടുക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോയി പഞ്ചാമൃതം പ്രസാദമൊക്കെ ആയിരുന്നു, അതൊക്കെ തന്നു. നമുക്ക് ഫുഡും തന്നു കേട്ടോ അവർ. അപ്പോൾ വഴിപാടൊക്കെ ചെയ്തു. അപ്പോൾ ചാലിശ്ശേരിയിൽ നമ്മൾ വഴിപാടൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ നെയ്പ്പായസവും കടുമധുര പായസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടി നമ്മൾ എന്തായാലും മിസ്സാക്കില്ല ഏത് അമ്പലത്തിൽ. അപ്പോൾ എല്ലാം ഓരോ ബോട്ടിൽ വാങ്ങിയിട്ടാണ് വീട്ടിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ നമുക്കും കഴിക്കാമെന്ന് കൊണ്ട് വാങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങി ഏകദേശം 8:45. അപ്പോൾ 9 മണിക്ക് ഇന്ന് കയറാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പുറത്ത് വർക്കിന് വന്നു കഴിഞ്ഞാൽ 7 മണിക്ക് രാവിലെ കയറും കേട്ടോ. 7 to 7 നമ്മൾ കയറുക. പക്ഷേ ഇതിപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് പോകണം. അപ്പോൾ കൂടെയുള്ളവർക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിക്കോട്ടെ. എല്ലാവരും പണിയെടുത്ത് ടെൻഷൻ അടിക്കില്ലേ. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ അത്യാവശ്യം നമുക്ക് സൗകര്യം ഉള്ളത് തന്നെ, ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം വണ്ടിയിൽ തന്നെ വർക്കിന് വരിക. അതാണ്ടോ ഉപ്പുമാവ്, പപ്പടം, പഴം. അപ്പോൾ ഇവർ ഉപ്പുമാവിനും പപ്പടവും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നവർക്ക് എല്ലാവർക്കും വിളിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടൻ കാപ്പി. ഇതാണ് അമ്പലത്തിൻ്റെ ഡ്രോൺ കാഴ്ച കേട്ടോ. அழகான பழனிமலை ஆண்டவா, உன்னை அனுதினமும் பாட வந்தேன் வேலவா. அழகான பழனிமலை ஆண்டவா, உன்னை அனுதினமும் பாட வந்தேன் வேலவா. வள்ளிமை